ഞാൻ ആരുമായും ചർച്ച ചെയ്യാത്ത വിഷയങ്ങളെ പറ്റിയാണ് സർവം മനസ്സിലാക്കിയ പോലെ അങ്ങ് സംസാരിക്കുന്നത്. സത്യം പറയാമോ? ആരും ഒഴിഞ്ഞു നിന്നില്ലല്ലോ. അശോകൻ നാട് മുഴുവൻ കേൾക്കാൻ പാകത്തിലല്ലേ ദൈവത്തിൻ മനമാരു കണ്ടു എഴുതാൻ ദന്തീന്ദ്രന പത്മിനി എന്നൊക്കെ ചൊല്ലിയത്. ഇനി ഈ കണ്ണകിക്ക് ലോകത്തെവിടെ പോകാനും ഉള്ളു പൊള്ളുമ്പോൾ അത് ഉറക്കെ പറയാനും രാജാവിന്റെ സമ്മതമൊന്നും വേണ്ട മഹാരാജൻ. മുഴുവൻ പറയട്ടടാ. സമരം തുടങ്ങിയാല് ധർണ, പിക്കറ്റിങ്, ഉപരോധം, വണ്ടി തടയല് ഒക്കെ തരം പോലെ നടന്നോട്ടെ. നിന്റെ കവികളൊക്കെ കാണില്ലേ? അവര് കവിതയൊക്കെ എഴുതിക്കോട്ടെന്നേ. അതേറ്റും ഹരിതന്മാരിയുടെ നേതൃത്വത്തിൽ ക്വാറിയിലേക്ക് വരുന്ന വണ്ടികൾ തടയുന്നു. ഫ്ലെക്സ്, പോസ്റ്റർ, പത്രം, ചാനല്. അറിയാലോ, രാത്രിയുടെ അശോക, അങ്ങ് പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു? ആരാണ് ഇവൾ? രാജകൊട്ടാരത്തിൽ വന്ന് ബഹളം വെക്കാൻ ഇവളെ കടത്തിവിട്ടതാരും? ഇവിടത്തെ നമ്മുടെ കുട്ടി മാറ്റിയിട്ടില്ലല്ലോ. അപ്പൊ സ്വന്തം ഭാര്യ സമ്മേളനത്തിന് വന്നില്ല എന്ന് പറഞ്ഞാൽ മോശല്ലേ? സമ്മേളനമൊന്നും നടക്കാൻ പോകുന്നില്ല. അതിനു മുമ്പേ നമ്മുടെ പിള്ളേരിറങ്ങി പാണി തുടങ്ങും. ഈ നീരാവി മേഘമാവും. എന്നിട്ട് കാറ്റിൽ ആകാശത്തൂടെ പോകുമ്പോ കാടിന് മുകളിലെത്തിയ മഴയാവും.